നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് നാളെ തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്നത് ദിലീപേട്ടൻ്റെ പ്രിൻസ് ആൻഡ് ദി ഫാമിലി എന്ന ചിത്രത്തെക്കുറിച്ചാണ്. ഈ ഒരു ചിത്രത്തെക്കുറിച്ച് ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു ചിത്രത്തിന് നേരത്തെ ഇല്ലാത്ത ദിലീപ് ചിത്രങ്ങളിൽ നിന്ന് കുറച്ചധികം ഒരു പ്രതീക്ഷയുള്ള ചിത്രമാണ്. കാരണം നേരത്തെ വന്നിട്ടുള്ള ചിത്രങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ആദ്യം ഇറങ്ങുന്ന ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ഓരോ അപ്ഡേറ്റുകളിൽ നിന്ന് നല്ല രീതിയിൽ ഹൈപ്പ് ഉണ്ടാവും. പക്ഷേ റിലീസിനോട് അടുക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു ചെറുതായിട്ട് ഹൈപ്പ് കുറഞ്ഞ് തിയേറ്ററിലേക്ക് റിലീസ് ചെയ്യുമ്പോൾ ചില നെഗറ്റീവായിട്ടുള്ള റെസ്പോൺസ് ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. ഈ ഒരു ചിത്രത്തിലോട്ട് വരികയാണെങ്കിൽ ഈ ഒരു ചിത്രം നേരത്തെ മറ്റു ചിത്രങ്ങളെ പോലെ വലിയ പ്രൊമോട്ടഡ് ഒന്നുമല്ല. ഈ ഒരു ചിത്രം സാധാരണ ഒരു ഫാമിലി എൻ്റർടൈനർ ചിത്രമാണെന്ന രീതിയിൽ തന്നെയാണ് തിയേറ്ററിലേക്ക് റിലീസിനെത്തുന്നത്. കൂടാതെ ഈ ഒരു ചിത്രത്തിന് ടീസറിൽ ഇറങ്ങിയപ്പോൾ ദിലീപേട്ടൻ്റെ ഓരോ ഇമോഷണൽ ഷോട്ടൊക്കെ മികച്ചതായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ പവി കെയർടേക്കർ എന്ന ചിത്രത്തിൽ നിങ്ങളൊന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അയ്യോ അത് എന്തൊരു ചിത്രമാണ്, അല്ലെങ്കിൽ എന്നെ ദിലീപേട്ടൻ ഭയങ്കരമായിട്ട് ഓവർ ആക്ടിങ് ചെയ്തിട്ടുണ്ട്, കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഒരു ചിത്രത്തിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സീൻ എടുത്ത് നോക്കിയാൽ മതി. ജോണിയാൻ്റെ ആയിട്ടുള്ള ഒരു കോംബോ സീനിൽ പുള്ളി ഇമോഷൻ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്ന കാണാം. ആ ഒരു സീനൊക്കെ മാത്രമായിട്ട് നല്ല രീതിയൊക്കെ തരംഗമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പുള്ളിക്ക് നല്ല രീതിയിൽ അഭിനയിക്കാനോ അല്ലെങ്കിൽ പുള്ളിക്ക് നല്ല രീതിയിലുള്ളൊരു ഗ്രോത്തിന് ഇപ്പോഴും തന്നെ നല്ല ചാൻസ് ഉണ്ട്. പക്ഷേ ആ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷനിലാണ് നല്ല രീതിയിൽ വീക്കായി പോകുന്നത്. കിടില സ്ക്രിപ്റ്റ് കിട്ടുവാണെങ്കിൽ ഇപ്പോൾ കാണുന്ന ദിലീപേട്ടൻ്റെ റേഞ്ച് വേറെ രീതിയിലോട്ട് തന്നെ മാറ്റാൻ കഴിയുന്ന കെൽപ്പുള്ള ഒരു ആക്ടർ തന്നെയാണ് ദിലീപേട്ടൻ. അന്ന് രാമലീല പോലൊരു ചിത്രം ജസ്റ്റ് ഒരു സീറോ ഹൈപ്പ് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് പലവരും കാണില്ല എന്ന് വിചാരിച്ച ചിത്രത്തിന് ഹെവി പോസിറ്റീവ് വന്നുകൊണ്ട് അക്കാലത്ത് വലിയൊരു ഹിറ്റ് തന്നെയായിട്ടാണ് ആ ഒരു ചിത്രം മാറിയത്. ഈ ഒരു ചിത്രം ആ ഒരു കെൽപ്പുള്ള ഒരു ചിത്രം തന്നെയാണ്. ഈ ഒരു ചിത്രത്തിലായാലും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ദിലീപേട്ടൻ്റെ ചിത്രങ്ങളിലായാലും ആരും ആവശ്യപ്പെടുന്നില്ല ഞങ്ങൾക്ക് പഴയ വിൻറ്റേജ് ദിലീപേട്ടനെ തന്നെ വേണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പഴയ കോമഡി തന്നെ വേണം, അല്ലെങ്കിൽ പഴയ ദിലീപേട്ടൻ തന്നെ ആയാലേ പുള്ളിക്ക് ഇനി ഒരു ഗ്രോത്ത് നേടാൻ പറ്റും എന്നൊന്നുമില്ല. ഇനിയും ദിലീപേട്ടൻ വരുമ്പോൾ ഒരു പുതുമയുള്ള അല്ലെങ്കിൽ ഒരു 100% ഉള്ള ഒരു കിഡിലെ സ്ക്രിപ്റ്റ് മാത്രം മതി. പുള്ളിയുടെ റേഞ്ച് വേറെ രീതിയിൽ തന്നെ മാറും. കൂടാതെ തന്നെ പുള്ളിക്ക് ഈ ഒരു കോമഡി സീൻസ് ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സീനിലോട്ട് വരുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ ആക്ട് ചെയ്ത് ഫലിപ്പിക്കേണ്ട കാര്യമില്ല. ദിലീപേട്ടൻ്റെ നേരത്തെ ചിത്രങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു ടൈമിലൊക്കെ ഇംപ്രവൈസേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു കോമഡി കുറച്ചുകൂടെ ഇത് കാണും. പക്ഷേ ഈ ഒരു ടൈമിൽ ആ ഒരു കോമഡിനെ കൂടുതലായിട്ട് നമ്മൾ നമ്മുടെ രീതിയിൽ തന്നെ എല്ലാവരും പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ നോക്കുമ്പോൾ അത് കുറച്ച് നമ്മൾ പുറകിലോട്ടാകുന്നു. ഇപ്പോഴുള്ള പല ഇറങ്ങുന്ന ചിത്രങ്ങളിലായാലും എല്ലാവരും ഓവർ ആക്ടിങ് എന്നൊക്കെ അത് പറയും. പക്ഷേ ഇത് ദിലീപേട്ടൻ ഈ ചിത്രത്തിൽ ചെയ്യുന്നത് കുറച്ച് ലൗഡായിട്ട് അങ്ങ് കൂടിപ്പോവും. അപ്പോഴത്തേക്കിന് ആൾക്കാർക്ക് അതൊന്ന് ഇതെന്തോ ചളിയാണോ എന്നൊക്കെ തോന്നുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു കാഴ്ച തന്നെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആൾക്കാർക്ക് ഈ ഒരു കോമഡി ആയിട്ട് നമ്മൾ കോമഡി പറയുന്ന പോലെ ഒന്നും വേണ്ട. സാധാരണയായിട്ട് ദിലീപേട്ടൻ പറയുന്ന ഒരു ടോണിൽ തന്നെ പറയുമ്പോൾ തന്നെ ചിലപ്പോൾ കോമഡി വരുന്ന പല സീൻസും ഉണ്ട്. കൂടാതെ തന്നെ ഈ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രം കൂടുതൽ ഇമോഷണലി കണക്റ്റ് ഒക്കെ ആക്കുകയാണെങ്കിൽ, കൂടാതെ തന്നെ ദിലീപേട്ടൻ്റെ അഭിനയത്തെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ചിത്രത്തിന് നല്ലൊരു റെസ്പോൺസ് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതൊരു കംപ്ലീറ്റ് കോമഡി എൻ്റർടൈനർ അല്ലെങ്കിൽ ഫാമിലി എൻ്റർടൈനർ ചിത്രമായിട്ട് എടുത്താലും ഈ ഒരു ചിത്രം നല്ല റെസ്പോൺസ് കിട്ടും. കൂടാതെ തന്നെ സ്ക്രിപ്റ്റിംഗ് ആണ്. സ്ക്രിപ്റ്റ് നല്ല രീതിയിൽ തന്നെ ആ ഒരു സ്ട്രെങ്ത് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു ചിത്രം പകുതി രക്ഷപ്പെട്ടു. ബാക്കിയുള്ളത് ആ ഒരു ആക്ടേഴ്സിൻ്റെ ഒക്കെ പെർഫോമൻസ് ഒക്കെ കൊണ്ടാണെങ്കിൽ ഈ ഒരു ചിത്രം ദിലീപേട്ടൻ്റെ കരിയറിൽ തന്നെ നല്ല രീതിയിലുള്ള ഗ്രോത്ത് നേടാൻ പറ്റുന്ന നല്ലൊരു ചിത്രം തന്നെയാണ്. പലവരോടും ദിലീപേട്ടൻ്റെ ഏത് ജോണർ ചിത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഏത് ജോണർ ചിത്രമാണ് വരാനിരിക്കുന്നത് കാത്തിരിക്കുന്നത് ചോദിച്ചാൽ പലവരും പറയും ഫാമിലി എൻ്റർടൈനർ ചിത്രമാണെന്ന്. അതൊന്ന് ബ്രേക്ക് ചെയ്ത് വേറെ ജോണർ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിലും ദിലീപേട്ടൻ നല്ല രീതിയിലുള്ള കാര്യമാണ്. കാരണം പണ്ട് കാലത്തൊക്കെ നമ്മൾ ഒരേ ടൈപ്പ് അല്ലെങ്കിൽ ഏകദേശം ഒരേ രീതിയിലുള്ള ചിത്രം ചെയ്യുകയാണെങ്കിൽ ഈ ഫാമിലി കോമഡി ആ ഒരു ജോണർ നമ്മൾ മാറി മാറി ചെയ്യുമ്പോൾ അന്നത്തെ ആൾക്കാർക്ക് അതൊന്നും വലിയ വിഷയമില്ല. കാരണം ആ സമയത്ത് ഫാമിലി ഓഡിയൻസ് അല്ലെങ്കിൽ എല്ലാവരും ആ ഒരു ചിത്രത്തിന് വേണ്ടിയായിരുന്നു വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനിടയ്ക്ക് വരുന്ന ത്രില്ലർ ചിത്രങ്ങളായാലും പ്രേക്ഷകർ വലിയ രീതിയിൽ തന്നെ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ച കണ്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഒരേ മോഡൽ പോകുന്ന ചിത്രങ്ങൾ ആൾക്കാർക്ക് വലിയ രീതിയിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഒരു ഫാമിലി എൻ്റർടൈനർ ചിത്രം വന്നാൽ അടുത്തൊരു ത്രില്ലർ ചിത്രം വരുന്ന അതിൻ്റെ അടുത്തൊരു ആക്ഷൻ ചിത്രമൊക്കെ വന്നാൽ അങ്ങനെയൊക്കെ ഒരു ജോണർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ദിലീപേട്ടൻ ഈ കുറച്ചായിട്ട് ഇപ്പോൾ പവി കെയർടേക്കർ കഴിഞ്ഞാൽ ഉടനെ ഇപ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലി അങ്ങനെ ഒരു ഫാമിലി എൻ്റർടൈനർ ചിത്രത്തിലോട്ട് മാത്രം മാറാതെ ഒരു ത്രില്ലർ ജോണർ ചിത്രമൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ആ ഒരു സ്ക്രിപ്റ്റിൽ നല്ല രീതിയിൽ ഗ്രോത്ത് മാത്രം മതി. ഈ ഒരു ചിത്രത്തിൽ നല്ല രീതിയിലുള്ള പ്രതീക്ഷ തന്നെയുണ്ട്. എല്ലാവരും തന്നെ പറയും അടുത്ത പൊട്ടുന്ന ചിത്രമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പുള്ളിയുടെ ഒരു തിരിച്ചുവരവിനായി എല്ലാവരും തന്നെ കാത്തിരിക്കുന്നുണ്ട്. ഈ ഒരു ചിത്രത്തിന് അത്യാവശ്യം നല്ലൊരു പ്രതീക്ഷയുണ്ട്. പുള്ളിയുടെ ഓവറായിട്ടുള്ള ആക്ടിങ് കോമഡികളൊന്നും ഒരു ചിത്രത്തിന്റെ ടീസറിലൊന്നും കാണാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും ഇല്ലായിരിക്കാൻ ചാൻസ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നാളെയാണ് ചിത്രം തിയേറ്ററിലേക്ക് റിലീസിനെത്തുന്നത്. ഈ ഒരു ചിത്രത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറയുന്നത് നമ്മൾ വലിയ പ്രതീക്ഷയൊന്നും കൂടാതെ ഒരു ഫാമിലി എന്റർടൈനർ ചിത്രം എന്ന രീതിയിലായിരിക്കണം ഈ ഒരു ചിത്രം തിയേറ്ററിൽ കാണാനായാലും പോകേണ്ടത്. മികച്ച എന്ന് പറഞ്ഞാൽ നേരത്തെ ചിത്രങ്ങളൊക്കെ അപേക്ഷിച്ച് ഈ ഒരു ചിത്രത്തിലെ ദിലീപേട്ടൻ്റെ പെർഫോമൻസ് ബേസ് ആയാലും കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെന്റ് അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ തന്നെ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു ചിത്രത്തിലൂടെ ആയാലും ഒരു മികച്ച റെസ്പോൺസ് കിട്ടുകയാണെങ്കിൽ ഫാമിലി ഓഡിയൻസ് ഒക്കെ നല്ല രീതിയിൽ സപ്പോർട്ടീവായി ഈ ഒരു ചിത്രം തിയേറ്ററിൽ വലിയൊരു ഹിറ്റ് ആകാനുള്ള ചാൻസും കാണുന്നുണ്ട്. നാളെയാണ് എന്തായാലും ദിലീപേട്ടൻ്റെ പ്രിൻസ് ആൻഡ് ദി ഫാമിലി എന്ന ചിത്രം തിയേറ്ററിലേക്ക് റിലീസിനെത്തുന്നത്. ഈ ഒരു ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. കൂടാതെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളും തീർച്ചയായും കമന്റ് ചെയ്യുക.